so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. Maybe someday you'll have it your way. Maybe someday it'll all work out. Hi driver. Hi. How are you? Yes, fine. നമ്മള് ഈ വണ്ടി അടിപൊളിയാണല്ലോ. ഈ വണ്ടി അടിപൊളിയാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. വണ്ടിയെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ വണ്ടി അടിപൊളിയാണെന്നുള്ളത്. വണ്ടിയെ കുറിച്ച് അറിയാത്ത പലതും പറയും. ഈ നാനോയെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്നുണ്ട്. ആയിക്കോട്ടെ. ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ മമ്മാസ് പിങ്കോസ് വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ചേട്ടൻ റെഗുലർ ആയിട്ട് പോവാൻ യൂസ് ചെയ്യുന്ന നാനോ കാറ്, ആ കാറിനെ കുറിച്ചിട്ട് കുറച്ച് പേർക്ക് തെറ്റായ ധാരണകളുണ്ട്, കുറച്ച് പേർക്ക് നല്ല ധാരണകളുണ്ട്. അപ്പം ഈ കാറിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത, ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് പറയാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അപ്പൊ നാനോ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാറല്ലേ. അപ്പൊ ഈ കാറിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് എന്റെ എന്താ പറയാ ഡൗട്ട്സുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമോ? ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് തരാം. എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ പറയാണെങ്കിൽ, ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടവും പുച്ഛിക്കുന്നവർക്ക് ഒരുപാട് പുച്ഛവും തോന്നുന്ന വണ്ടിയാണ് നാനോ. ഈ പുച്ഛിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാനോയില് കയറാതെ, നാനോ ഓടിക്കാതെ, ഇതിന്റെ ഓടിക്കുമ്പോഴുള്ള സുഖങ്ങൾ മനസ്സിലാക്കാതെ പറയുന്ന ആൾക്കാരാണ് കൂടുതലും പുച്ഛിക്കുന്നത്. ഈ വണ്ടിയിൽ കയറിയാൽ തന്നെ ആദ്യം തന്നെ എന്ത് തോന്നും, അവർക്ക് ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോണ്ട്. പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും പല ആൾക്കാരും മൂട്ട കാറ്, ചെറിയ കാറ്. ഈ കാർ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുമ്പോ എങ്ങനെയുണ്ട്? നമുക്ക് എന്തുകൊണ്ടും ഒരു ബൈക്കിന് പകരം ഏറ്റവും കംഫർട്ടായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ശരിക്കും നാനോ. അതെ, ബൈക്കിന് പകരം വെക്കുകയാണെങ്കിൽ, ബൈക്കിന് പകരം എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് മേടിക്കണമെങ്കിൽ, നമുക്ക് പുതിയ ബൈക്ക് മേടിക്കണമെങ്കിൽ എങ്ങനെ പോലും ഒരു 1.5 ലക്ഷം രൂപ വേണം. ഇലക്ട്രിക് വണ്ടികളൊക്കെ ആണെങ്കിലും 1.30, 1.25, 1.40 ആ റേഞ്ചൊക്കെ വരും. ആ പൈസക്ക് ഈ ഒരു നാനോ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറ്റും. 2016 മോഡൽ, 17 മോഡൽ വണ്ടികളൊക്കെ കിട്ടും. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, സുഖമായിട്ട് എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. പവർ വിൻഡോ, ഫ്രണ്ടിലെ 2 ഗ്ലാസ് പവർ വിൻഡോ ഉണ്ട്. ഇൻബിൽറ്റ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഈ ഫെസിലിറ്റീസ് ഒന്നും ഇപ്പൊ പുതിയ ഇറങ്ങുന്ന ബൈക്കുകളിലില്ല, അല്ലെങ്കിൽ സ്കൂട്ടറുകളിലില്ല. ഇതിന്റെ പകുതി ഫെസിലിറ്റീസ് ഇല്ല. മാത്രമല്ല, വെയിൽ കൊള്ളണം, മഴ കൊള്ളണം. ചില സമയത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടൊക്കെ പോണ സമയങ്ങളിൽ നമുക്ക് ഈ കാരണങ്ങൾ കൊണ്ട് എത്താൻ പറ്റില്ല. ഓഫീസിൽ പോണ സമയത്താവും ചിലപ്പോൾ മഴ പെയ്യുക, അപ്പൊ നമ്മൾ കറക്റ്റ് എത്താൻ ബുദ്ധിമുട്ടും. ഇതാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ അധികം പോക്കറ്റ് കാലിയാവാതെ നല്ല എന്താ പറയാ സേഫ്റ്റിയോട് കൂടിയിട്ട്, ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനേക്കാൾ 100 ഇരട്ടി സേഫ്റ്റിയോട് കൂടിയിട്ട് പോവാം. പിന്നെ ഈ കാർ ഓടിച്ചു കഴിഞ്ഞാൽ ഗുണമാണ്. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാരും ഈ കാർ ഒഴിവാക്കാൻ ശ്രമിക്കില്ല. അതൊരു ഫൺ പോലെ കൊണ്ടുകൊടുക്കാറുള്ളൂ. അത്രയും രസമാണ് ഇത് ഓടിക്കാനും ഇതിലിരിക്കുമ്പോൾ കിട്ടുന്ന ഫീലിംഗ്. അപ്പൊ ഇങ്ങനെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാല്ലേ ഈ വണ്ടി? അതെന്താ അങ്ങനെ ചോദിക്കാൻ? അങ്ങനെ ബാക്ക് പെയിൻ ഉള്ള ആളുകൾ പറയാൻ കാരണം ബാക്ക് പെയിൻ ഒക്കെ ഉള്ള ചേട്ടയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ നാനോ നിർത്തിയിട്ട് എത്ര നാളായി? നാനോ ഏകദേശം 2018-19 ഓടിയിട്ട് നാനോ ഇവിടുന്ന് വിടവന്നു. ഇന്ത്യൻ മാർക്കറ്റിലെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വണ്ടി എന്നുള്ള ലേബലോട് കൂടി വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് നാനോ. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, കുറെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ ഏറ്റവും ചീപ്പ് വണ്ടിയാണെന്നുള്ള കൺസെപ്റ്റിൽ കൂടെ ആണ് ഇതിനെ എല്ലാവരും കണ്ടത്. അങ്ങനെയാണ് അവർ പരസ്യം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരു അഭിമാനക്ഷതമാണ് പല ആളുകൾക്കും ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ചീപ്പ് വണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ധാരണ. കമ്പനി അങ്ങനെയാണ് അതിന് പരസ്യം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ രത്തൻ ടാറ്റ ഒരു എന്താ പറയാ, ഒരു കുടുംബത്തിൽ ബൈക്കിൽ 4 ആൾ 5 ആളൊക്കെ വലിയ കയറി പോണ കണ്ടിട്ട് സാധാരണ എല്ലാവർക്കും ഇത് ഉപകാരപ്പെടണം, ഒരു കാർ എല്ലാവർക്കും സാധാരണ കുടുംബത്തിന് എന്തുകൊണ്ടായിക്കൂടാ എന്നാണ് ചിന്തിച്ചിട്ട് ആളുടെ കൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വണ്ടിയാണത്. തുടക്ക സമയങ്ങളിലൊക്കെ ഏറ്റവും ചീപ്പ്, അതായത് 1 ലക്ഷം 1.25 ലക്ഷം എന്നുള്ള ലെവലിലൊക്കെ ആ വണ്ടി വിൽക്കാൻ പറ്റി. പിന്നീട് വേരിയന്റ് മാറുന്നതിനനുസരിച്ചിട്ട് അതിൽ അപ്ഡേഷൻസ് കുറെ വന്നു. അവസാനം വണ്ടി അവസാനിക്കുന്ന കാലഘട്ടത്തിൽ 3.5 ലക്ഷം 4 ലക്ഷത്തിന് അടുപ്പിച്ച് തന്നെ വണ്ടിക്ക് വില വന്നിരുന്നു. അല്ല, അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാനോക്ക് തന്നെ പല വേരിയന്റുകൾ ഇപ്പൊ ഇറങ്ങി
ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ നാനോ എന്ന് പറഞ്ഞാൽ ശരിക്കും 1 ലക്ഷം രൂപ ആ ഒരു 1 ലക്ഷം രൂപയ്ക്ക് തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്. കൊടുക്കുന്നത് അതിലൊന്നുമില്ല, പവർ വിൻഡോ ഇല്ല, AC ഇല്ല, ഡിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ്, അതുപോലെ ക്വാളിറ്റിയിലും കുറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ലേറ്റസ്റ്റ് വേരിയന്റ് ഏതായിരുന്നു? അവസാനിക്കുന്ന സമയത്തൊക്കെ വന്നിട്ടുള്ള XT, അതിൽ ഓട്ടോമാറ്റിക് XT-A ഇതൊക്കെയാണ്. നാനോ ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ? അതാണ് XT-A. ഓ, നാനോ ഓട്ടോമാറ്റിക് ഉണ്ട്. അപ്പൊ എനിക്ക് ആ നാനോ ഓട്ടോമാറ്റിക് മതി. നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ഓഫീസിലേക്ക് പോകണം, കാലത്ത് പോകണം, വൈകിട്ട് വരണം, ചിലപ്പോൾ കസ്റ്റമേഴ്സിനെ കാണാൻ പോകേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ബാക്ക് പെയിൻ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ആവശ്യം നോക്കി സെലക്ട് ചെയ്തൊരു വണ്ടിയാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് വണ്ടി എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും എന്താ പറയുക, ബെനിഫിറ്റിനായിട്ടും കൂടുതൽ അതിന്റെ ദോഷങ്ങളാണ് പറഞ്ഞത്. ഈ തല്ലിപ്പൊളി വണ്ടി, ഇങ്ങനെ ഒരു വണ്ടിയാണ് നടക്കുന്നത്, ഇതൊക്കെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് വണ്ടീനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട്, വണ്ടികളെ കുറിച്ച് അറിയുന്ന ആളുകൾ, വണ്ടി ഫീൽഡിലുള്ള ആളുകൾ, അവരൊക്കെ ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒരേപോലെ പറഞ്ഞ സംഭവമാണ്, എന്തുകൊണ്ടും എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒറ്റടിക്ക് ഉത്തരം പറയും, ഇല്ല കൊടുക്കുന്നില്ല എന്ന് പറയും. കാരണം അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് നാനോ, ആ ഒരു ഫീൽഡിലുള്ള ആളുകൾ. ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലേ? അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ള SBI മാനേജേഴ്സ് അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ ഇപ്പോഴും വണ്ടി കൊടുക്കാണ്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ചെറിയൊരു ഫാമിലിക്ക് കംഫർട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. സുഖമായിട്ട് 4 ആൾക്ക് കൊണ്ടുനടക്കാം. നമ്മുടെ വേരിയന്റ് ട്വിസ്റ്റ്, നാനോ ട്വിസ്റ്റ് അത്രേ ഉള്ളൂ. XT ട്വിസ്റ്റ് XT. ഓക്കെ. അത് ഓട്ടോമാറ്റിക് ആയി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ വണ്ടിയിൽ ഡിക്ക് ഉണ്ട്, നമ്മുടെ വണ്ടിയിൽ പവർ വിൻഡോ ഉണ്ട്, ഫ്രണ്ടിലെ 2 ഗ്ലാസിന്, ബാക്കില് ഇല്ല, ഡിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, പവർ സ്റ്റിയറിംഗ് ആണ്, AC ഉണ്ട്, ഇൻബിൽറ്റ് സെറ്റ് ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. അത്യാവശ്യം ഇതന്നെ നമുക്ക് ആവശ്യമുള്ളല്ലേ. ഇപ്പൊ പെട്ടെന്ന് നല്ല ചൂടൊക്കെ എടുത്തിരിക്കും, നമുക്ക് AC ഇട്ടിട്ട് നമുക്ക് തൊട്ടടുത്തുള്ള നമ്മളുടെ ഓഫീസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഈ കാർ എടുത്തിട്ട് പോവാൻ വളരെയധികം കംഫർട്ടാണ് അല്ലേ? ഓടിച്ചപ്പോ നല്ല കംഫർട്ടായിട്ട് തോന്നും. ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കേണ്ട തോന്നില്ല, ഓടിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും. അത്രയും അതാണ്, നമുക്ക് കാണാനാണെങ്കിലും സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും പിന്നെ വണ്ടിയുടെ ഫ്രണ്ടേജ് കുറവായതുകൊണ്ടൊക്കെ നമുക്ക് റോഡിലേക്കുള്ള വ്യൂ ഒക്കെ വളരെ കറക്റ്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓടിച്ചു പോകുമ്പോൾ മറ്റേ വലിയ വണ്ടികൾ ഓടിക്കുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും, അവിടെ തട്ടു ഇവിടെ തട്ടു അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കും. ഇത് നമ്മൾ എവിടെ ചിന്തിക്കുന്ന അവിടെയാണ് നമ്മുടെ വണ്ടി വന്ന് നിൽക്കും. അപ്പൊ നമ്മുടെ എഞ്ചിൻ ബാക്ക് സൈഡിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ? എഞ്ചിൻ ഒരുപാട് ചൂടാകുമ്പോ ഹീറ്റ് കുറേശ്ശൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, വലിയ പ്രശ്നമില്ല. നമുക്കിവിടെ എന്താ പറയാ സിഗ്നൽസ് കാണിച്ചു തരില്ലേ? അത്യാവശ്യം ഓട്ടങ്ങൾക്കൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. ഒരുപാട് ലോങ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. മൈലേജിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? 20 കിലോമീറ്റർ 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. AC ഇടാണ്ടാണെങ്കിൽ ചിലപ്പോൾ 1-2 മണി കൂടുതൽ കിട്ടും. നല്ല റോഡിൽ എന്തായാലും 20, 21, 22 ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. മതിയല്ലോ, നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊച്ചു കാറ് കൊണ്ട് നമ്മള് പാലക്കാട് പോയില്ല, അട്ടപ്പാടിയിലൊക്കെ പോയില്ലേ? ഈ വണ്ടി കൊണ്ടിട്ടാണ് ഞങ്ങൾ പാലക്കാട് പോയി, വയനാട് പോയി, അങ്ങനെയുള്ള കുറെ സ്ഥലങ്ങളും പോയി. ചുരമൊക്കെ കയറി നല്ലപോലെ പോയ വണ്ടിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് വണ്ടി അടിപൊളി വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. വയനാട് പോയി, അട്ടപ്പാടി പോയി എന്ന് പറയുമ്പോൾ നമുക്കത് വലിയ കാര്യമാണ്. പക്ഷെ എന്റെ സുഹൃത്തുക്കളൊക്കെ ലഡാക്ക്, ഹിമാചൽ പോയ ആൾക്കാരുണ്ട് ഈ വണ്ടി കൊണ്ട്. അതെയോ? അപ്പൊ OLX ത്രൂ ആണ് നമ്മൾ ഇത് വാങ്ങിച്ചത് കേട്ടോ. ആരോടും പറയാണ്ട് കാണാൻ പോയതാ ഞാൻ. അവരോടൊക്കെ പറഞ്ഞവർ എടുക്കണ്ടെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആരോടും പറയാതെ ഞാൻ തന്നെ പോയി വണ്ടി എടുത്ത് കൊണ്ടുവന്ന രക്ഷ അറിഞ്ഞത്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. പിന്നെ ഇതിൽ കയറി, ഇതിലിരുന്നു, ഇതിൽ യാത്ര ചെയ്തു. അതിനുശേഷം ഒരുപാട് ഫാൻസ് ആയിട്ടുണ്ട്. ഈ കുറ്റം പറഞ്ഞവർ തന്നെ ഇപ്പൊ ഇതേ വണ്ടി അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ എടുത്തതിന് ശേഷം എന്റെ പല സുഹൃത്തും ഇതേ വണ്ടി അന്വേഷിച്ചാണ് എടുത്തവരുണ്ട്. നമ്മളുടെ ആവശ്യം നോക്കി നമ്മൾ വണ്ടി ഓടിക്കുക. ഏത് വണ്ടിയാണ്, ഇപ്പൊ ഈ വണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ വലിയ വണ്ടിയാണെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പൊ ഈവൻ സൈക്കിളോ അല്ലെങ്കിൽ ടൂ വീലറോ വേറെ ബൈക്കോ സ്കൂട്ടറോ, നമ്മളുടെ വീട്ടില് ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ആവശ്യം എന്താണോ അത് കണക്കിലെടുത്ത്. ഇപ്പൊ 6-7 പേരുള്ള ഒരു വീടാണെങ്കിൽ ഒരിക്കലും നാനോ പോയിട്ട് എടുക്കരുത്. അപ്പോൾ എർട്ടിഗയോ അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടികൾ എടുക്കുക. നമ്മുടെ വീട്ടിലെ ആവശ്യം, ഇപ്പൊ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ബൈക്കിൽ പോകുമ്പോൾ ബാക്ക് പെയിനും കാര്യങ്ങളുണ്ട്, അത് മാറി കിട്ടണം. എന്നാൽ എൻ്റെ ഡെയിലി യൂസിന് ടൗണിൽ കൂടി ബ്ലോക്കും കാര്യങ്ങളിൽ കൂടെ ഒക്കെ സുഖമായിട്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റണം. എന്നാൽ 3-4 ആൾക്ക് യാത്ര ചെയ്യാനും പറ്റണം. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നാൽ അധികം നമുക്ക് എമൗണ്ട് ഫ്യൂവലിന് വേണ്ടിയിട്ട് ചിലവാക്കാനും പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നാനോ എന്തുകൊണ്ടും സൂപ്പർ വണ്ടിയാണ്. വേറൊരു കാര്യം കൂടി, നമ്മുടെ ഇപ്പോൾ മാരുതിയുടെ 800, അതുപോലെ മാരുതി ഓൾട്ടോ, വാഗണാർ,
അതുപോലെ ഹുണ്ടായുടെ ഇയോൺ, ഈ വക വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മേലെ നിൽക്കുന്ന വണ്ടിയാണ് ശരിക്കും നാനോ. ഒരു 20 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെയുള്ള സ്പീഡൊക്കെ നമുക്ക് പെട്ടെന്ന് കയറി. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടിയും അത് എന്താ പറയാ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി ആൾക്കാരൊന്നും കൂടിയും ചോദിച്ചു വരുന്നത് ഇപ്പൊ ഈ സമയത്തൊന്നും. കാരണം എല്ലാം അത് നിർത്തലാക്കിയതിനു ശേഷം വീണ്ടും ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നാനോക്ക്. പക്ഷെ നാനോ പെട്ടെന്ന് അതെന്താ നാനോ വേഗം നിർത്താൻ കാരണം? ഓരോ സെഗ്മെന്റ് അങ്ങനെ നിർത്തി വരും ഓരോരുത്തർ. ഇപ്പൊ ടയോട്ട കോളിസ് എന്തുകൊണ്ടാണ് നിർത്തിയ? ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്ന വണ്ടിയാണ്, പെട്ടെന്ന് അവർ നിർത്തിയില്ലേ, അതുപോലെയാണ്. പക്ഷെ നാനോ എന്ന് പറഞ്ഞാൽ അത്ര വിജയകരമായ വണ്ടിയൊന്നും ഇല്ലായിരുന്നു ടാറ്റയ്ക്ക് ആ ടൈമില്. പക്ഷെ നല്ല കൺസെപ്റ്റ് ആയിരുന്നു, നല്ല വണ്ടിയായിരുന്നു. അവര് മാർക്കറ്റിങ്ങിലുള്ള പ്രശ്നം, പിന്നെ ഏറ്റവും ചീപ്പ് വണ്ടി എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതുകൊണ്ട് പലരും അതിനോട് മുഖം തിരിഞ്ഞു നടന്നു. പക്ഷെ ഇന്ന് ആളുകൾക്ക് അത് മനസ്സിലായി. ഇന്നിപ്പോ MGയുടെ കൊമറ്റ് മേടിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ ചിലവാക്കണം. 2 ഡോറുള്ളൂ, അതിൽ 4 ഡോറുണ്ട്. അപ്പൊ അന്ന് രത്തൻ ടാറ്റ കണ്ടിട്ടുള്ള നല്ല സ്വപ്നങ്ങളിൽ ഒന്നാണ് ശരിക്കും നടത്തിയ ആള് ഭംഗിയായിട്ട്. ആളുകൾക്ക് മനസ്സിലായത് ഇപ്പോഴാണ് മാത്രമേ. ഇപ്പൊ കുറച്ചൊരു കൂടി ഡിമാൻഡ് കൂടിയ സമയം ഞാൻ അന്വേഷിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമ്മള് വില കുറഞ്ഞു എന്ന് പറഞ്ഞ് കാണുന്ന സാധനങ്ങൾ എന്ത് തന്നെ ആയാലും പിന്നീട് അത് വില മതിക്കുന്നതാവാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ചില സിനിമകൾ കണ്ടിട്ടില്ലേ, നമ്മൾ കാണുമ്പോൾ പടം ഫ്ലോപ്പ് ആയിരിക്കും, പിന്നീട് അവിടുന്ന് TV-ലൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്ര നല്ല പടമായിരുന്നു. ആട് എന്ന് പറഞ്ഞ പടം ഫ്ലോപ്പ് ആയിരുന്നു. പിന്നീട് എന്തുണ്ടായി, TV-ൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ആവശ്യപ്പെട്ടിട്ട് റിപ്പീറ്റഡായിട്ട് കാണിച്ചുകൊണ്ടിരുന്ന സിനിമയാണ് ആട്. ഞാനൊക്കെന്ന് പറഞ്ഞാൽ ഇതിൽ കയറി ഇരുന്ന പാടെ ഞാൻ ചീത്ത പറഞ്ഞു. എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ വണ്ടി എടുത്തിട്ട് വന്നേ, പറയാണ്ട് ഇത് കൊണ്ട് കാർപോറേഷൻ ഇട്ടപ്പോഴാണ് നമ്മള് ഓൺ അടിച്ചപ്പോഴാണ് നമ്മൾ കാണുന്നത് ഈ വണ്ടിയാണോ എടുത്തിട്ട് വന്നേക്കണേന്ന്. പക്ഷെ എനിക്ക് ഉള്ളിലേക്ക് കയറി ഇരുന്നപ്പോ എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അല്ലെ. ഞാൻ പറഞ്ഞു ഏതാണ്ട് വലിയ എന്തൊരു മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് പോലെ തോന്നി എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും ആ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ ഒരു ഫീലിംഗ് അല്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞ് നമ്മള് ചിലപ്പോ നമ്മുടെ മൈൻഡിന്റെ ആവും നമ്മൾ ആ വലിയ വണ്ടികളിൽ കയറണം, അല്ലെങ്കിൽ അതും നമ്മൾ മുന്നേ ഉള്ള നമ്മുടെ കാറ്, നമ്മുടെ ടിയാഗോയിൽ ഇരുന്ന് ശീലമായിട്ട് നമുക്ക് അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു വണ്ടിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു ചേഞ്ച് ഫീൽ ചെയ്തു. എനിക്ക് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ വണ്ടികളായിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് ടിയാഗോ നല്ല ഇഷ്ടമായിട്ട് തന്നെ എടുത്തായിരുന്നു. അപ്പൊ ടിയാഗോ തന്നെ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്, മാറ്റി വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത് കണ്ടപ്പോ ഇത് ഓക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധികം ഒരുപാട് ലോങ് ട്രാവൽ, പിന്നെ എന്റെ പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഒരു അഫോർഡബിൾ റേറ്റില് എന്നാൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി പോവാന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല കാര്യം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നാനോക്കാറിന്റെ വിശേഷം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.